അപ്പോൾ തന്നെ വിവാഹം ഭർത്താവ് മരിച്ചുപോയതിൻ്റെ പേരിലും അല്ലാതെയും ഏകസ്ഥരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കഴിക്കുക അവർക്കും ഇതുപോലെ ശുശ്രൂഷയ്ക്കുള്ള സാഹചര്യം ഇവിടെയുണ്ട്. നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 7907622497. നാലാമത്തെ അറിയിപ്പ്, കൃപാസനത്തിലെ നേർച്ച വസ്തുക്കൾ പല പല നിർദ്ദേശത്തോടും നിയോഗത്തോടും കൂടി പലവട്ടം വഞ്ചരിച്ചതാണ്. അത് നമ്മളുടെ നേർച്ച വസ്തുക്കൾ എപ്പോഴും കൃപാസനത്തിന് ഉള്ളിലേ കിട്ടത്തുള്ളൂ. റോഡെ കൊണ്ട് നടന്ന ആൾക്കാർ വിൽക്കണമെന്ന് കൃപാസനമായിട്ട് ബന്ധമില്ലാത്തതും വെഞ്ചരിച്ചതൊന്നുമല്ല. അത് അവർ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക നിങ്ങളുടെ കാര്യം. പക്ഷേ അത് വെഞ്ചരിച്ചാണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയേണ്ടി വരുന്നത്. അത് വെഞ്ചരിച്ചല്ല. വെഞ്ചരിച്ച വസ്തുക്കൾ സ്റ്റോളിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. കൃപാസനം പ്രത്യേകിച്ച് മുൻകൈ എടുത്ത് പുറത്തൊരു പിരിവ് നടത്തുന്നില്ല. കൃപാസനത്തിൻ്റെ പേരിൽ ചില ആൾക്കാർ പിരിവ് നടത്തി എന്നായിട്ട് ഒത്തിരിയേറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാരാണ് കൃപാസനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അച്ഛൻ ഓർഫനേജ് നടത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് പിരിവ് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അതൊക്കെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ മേക്ക് ഇവിടെ ആൾക്കാരെ പറയും. വേറെ ആരും അങ്ങനെ പറയത്തില്ല. ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഉള്ള പ്രോഗ്രാമാണ്. അത് നിങ്ങൾ ഉടമ്പടിക്കാരാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അവിടെ പ്രത്യക്ഷിക പ്രാർത്ഥന അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു അസുലഭമായ അവസരമാണ്. നിങ്ങൾ എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡ് കൂടിയിട്ട് അത് ഷെയർ ചെയ്യണം, സ്റ്റാറ്റസ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ ജീവവചസ്സുകൾ എല്ലാ ദിവസവും 8 മണിക്ക് ഗവൺമെൻറ് സിസ്റ്റൻ്റെ ജീവവചസ്സുകളുണ്ട്. അവരത് ആഴമായ ആധ്യാത്മികതയിലാണ് ആ വിഷയമെല്ലാം പറയണത്. ഉടമ്പടി ജീവിതത്തെ ആഴപ്പെടുത്താൻ വേണ്ടിയുള്ള ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ്. നിങ്ങൾ കണ്ടിട്ട് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കൃപാസനം പത്രം അറബി ഉൾപ്പെടെ ഇപ്പോഴേ 23 ഭാഷകളിലുണ്ട്. അതായത് രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ ആ ഭാഷകളുടെ പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. കൃപാസനത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പാണ് അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ. 1000 മണി അഹൗണ്ട ജപമാല. നാട്ടിലും പുറത്തും വിദേശത്തും ജപമാല ഗ്രൂപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെടണം. ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നവർ എത്രയും വേഗം അത് ചിലർ മന്ദിഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ അച്ഛനെ കാണുന്ന നിർബന്ധ ബുദ്ധിയോട് വരുന്നവർ തീർച്ചയായിട്ടും അച്ഛനുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. അല്ല അറിയാതെ വന്ന് ചാടിയിട്ട് കാര്യമില്ല. അങ്ങനെ അറിയാതെ വന്ന് ചാടുമ്പോൾ ഞങ്ങൾ വിചാരിക്കണത് വഴിയെ പോണവർ കയറണം എന്നേ വിചാരിക്കത്തുള്ളൂ. ഇത് വഴിയായത് കാരണം ഒത്തിരി പേര് വരില്ല. അപ്പോൾ കൃപാസനത്തിൽ ആൾക്കാർ നിൽക്കണ കാണുമ്പോൾ ചാടി കയറുകയില്ല. ഇത് അച്ഛനെ കാണുമെന്ന് പറയും. അപ്പോൾ നിങ്ങളെപ്പോഴും അച്ഛനെ കാണുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം അച്ഛൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കണം. 9447285400 ഈ നമ്പറിൽ വിളിച്ച് അച്ഛനുണ്ടോ എന്ന് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്ത പത്രം അത് പുതുക്കാത്തതാണെങ്കിൽ അത് പുതുക്കണം. പിന്നെ നിങ്ങൾ അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്ന സീരിയസ് വിഷയം എന്താണ്, ആ സീരിയസ്നെസ് കാണിക്കുന്ന പേപ്പർ കയ്യിലുണ്ടാകണം. അല്ല എന്തെങ്കിലും വാഗുകൊണ്ട് പറഞ്ഞാൽ കിട്ടത്തില്ല. കാര്യം 500 പേരൊക്കെയാണ് ക്യൂ നിൽക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നത് മാക്സിമം 200 പേരെയാണ്. അപ്പോൾ ആ കറക്റ്റ് രേഖകളുള്ള മാത്രമേ എടുക്കത്തുള്ളൂ. ഉടമ്പടി എടുത്തിട്ട് വലിയ വലിയ സാക്ഷ്യം കിട്ടിയിട്ട് അത് പറയാതിരിക്കുന്നവരുണ്ട്. എനിക്കറിയാമല്ല, പറയാതിരുന്നുള്ള അവസ്ഥ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വന്തമായിട്ട് അടിച്ചു മാറ്റിക്കണം. പിന്നെ ദൈവതിരുസേനയിൽ നമുക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സാക്ഷ്യം എത്രയും വേഗം പറഞ്ഞു തീർക്കുക. ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണമെന്ന് കൂടി ഓർപ്പിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, വളരെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിലല്ല കൃപാസനം ധ്യാനങ്ങളുടെ പോക്ക്. നമുക്ക് കർത്താവ് ഒരു വചനം തന്നിട്ട് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് ലിങ്ക് ചെയ്ത് വേറൊരു വചനം തന്നിട്ട് കർത്താവ് നമ്മളെ ജീവിതബന്ധിയായിട്ട് ഇങ്ങനെ വചനാധ്യക്ഷിതമായിട്ട് വഴി നടത്തുകയാണ്. അവിടെ എൻ്റെ മക്കൾ ഒത്തിരി ഇങ്ങനെ ചിരിക്കാനോ ഇക്കിളി കൂട്ടാനോ അങ്ങൊന്നുമില്ല. ആ കറക്റ്റ് കാര്യങ്ങളെ പറഞ്ഞു പോകത്തുള്ളൂ. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് വിഷയം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റും.
കാര്യം നമ്മൾ ഇത്രയും നാളിലെ കൃപാസന ആധ്യാത്മിക അനുഭവങ്ങൾ നോക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യന്മാർ എന്തുമാത്രമാണ് ഇപ്പോൾ ദൈവത്തിനെ നേരിട്ട് കാണുകയും ഒരുമിച്ച് ജീവിക്കുകയും സംസാരിക്കുകയും ആൾക്കാർ കമ്മ്യൂണിക്കബിളാണ് ദൈവം ഭയങ്കര. അതെന്തുകൊണ്ടാണ് ഈ വചന വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ജീവിതത്തെ കണക്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിനത്തിൽ നമ്മളെന്താ കണ്ടത്? വ്യക്തിപരമായ അനുഭവത്തിലൂടെയാണ് കാലങ്ങൾ എന്തിനാണ് കൽപ്പിച്ച് നൽകണത് എന്ന് പറഞ്ഞു. എന്തിനാണ്? 17:18 എന്താ വായിച്ചിരിക്കുന്നത്? ഒന്ന് വായിച്ച് 17:27 എന്താ വായിച്ചത്? കാലം എന്തിനാ കൽപ്പിച്ചു നൽകണത്? ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പൊ ഇത് സ്വന്തം അനുഭവത്തിലൂടെയാണ് ദൈവത്തെ കണ്ടെത്തണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വാശി. ചക്കാത്ത വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരു പരിധി കഴിഞ്ഞാൽ ഓടത്തില്ല. അപ്പൻ്റെ വിശ്വാസം, ഇപ്പം നമ്മുടെ കയ്യിലുള്ള വിശ്വാസം എന്താണ്? ചക്കാത്ത വിശ്വാസമാണ്. അപ്പൻ്റെ വിശ്വാസമല്ലേ, അമ്മയുടെ വിശ്വാസം, നമ്മളെ കാരിസം പഠിപ്പിച്ച കന്യാസിയുടെ വിശ്വാസം. അവിടെ വിശ്വാസത്തിലല്ലേ നമ്മൾ ജീവിക്കണം പലരും. ഇത് കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയും ഇത് അപ്ഡേറ്റായി, ഇത് വെട്ടിമൂടേണ്ട സമയം കഴിഞ്ഞ്. ചില മരുന്നൊക്കെ എന്താണ്, നമുക്ക് ഡേറ്റ് കഴിഞ്ഞാൽ വെട്ടിമൂടണം, കളയണം. അതുപോലെ ചില ഈ ചക്കാത്ത വിശ്വാസം വെട്ടിമൂടപ്പെടും. ദൈവം പറയും നിങ്ങളുടെ ഫെയ്ത്ത് എന്ത് ചെയ്യുന്നു പറയും. ഞാൻ തന്നതല്ല, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും. അത് സ്വർഗാരോഹണത്തിന് മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്. എന്താണ്? ഇപ്പോൾ പിടിച്ച മത്സ്യം. ടേക്ക് ദ വെടപ്പാട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 21:10 യേശു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. അതാണ് സ്വന്തം അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അത് നേരത്തെ അവിടെ കടൽക്കരയെ കണ്ടത് എന്താണ്? തിബേരിയസ് കടൽക്കരയിൽ കർത്താവ് നൽകിയ മത്സ്യങ്ങളെ ഈശോ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പാകപ്പെടുത്തി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷെ അവിടെ ചോദിക്കുന്നത് എന്താണ്? ഇത് നിങ്ങൾക്ക് മതിയാവുമായിരിക്കും, പക്ഷേ ഈശോയുടെ ഒരു അഭിരുചി എന്താണ്? നിങ്ങൾ സ്വന്തം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത സംഭവമില്ലേ, അതിനെ ഈശോ അഡ്മയർ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളെ. ഈ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളുമാണ് 21:10. ഇതിനെയാണ് നമ്മൾ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുമെന്ന് പറയുന്നത്. പല പല കാലങ്ങൾ കൽപ്പിച്ച് നൽകുന്നുണ്ട്. എന്തിനാണത്? അത് നിങ്ങളെ ചക്കാത്ത വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ്? സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി. കാലം നിങ്ങൾ എത്ര നല്ല മനുഷ്യരാകാം, മിടുക്കന്മാരാകാം, ദൈവത്തോട് അടുപ്പമുള്ളവരാകാം, ഡെയിലി കമ്മ്യൂണിക്കേറ്റഡാകാം, കുർബാന മുടക്കാത്തവരാകാം, പക്ഷേ പണി വരും എപ്പോഴായാലും. അതെപ്പോഴും ഓർത്തേക്കണം. നിങ്ങൾ പല ആൾക്കാരും കുർബാന മുടക്കാതിരിക്കണതും കുടുംബപ്രാർത്ഥന മുടക്കാതിരിക്കണത് എന്തിനാണ്? പിറക്കിടാവിനെ പട്ടി കടിക്കാതിരിക്കാനാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകരുത്. അതാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടാവരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ആധ്യാത്മിക ജീവിതം ക്രമീകരിക്കണമെങ്കിൽ അതൊരു നോൺസെൻസ് ഏർപ്പാടാണ്. എന്താ കാര്യം? ദൈവം അത് ഉദ്ദേശിക്കണില്ല. നിങ്ങൾ എത്ര വിശുദ്ധരാണോ, എത്ര ഡെയിലി കമ്മ്യൂണിക്കൻ്റ് ആണെങ്കിലും കർത്താവ് കാലം മാറ്റിത്തരും. നമുക്ക് പരിചയമില്ലാത്തൊരു കാലം വരും എപ്പോഴായാലും. അതെല്ലാവരും അഭിമുഖീകരിക്കേണ്ടതാണ്. ഈ രക്ഷായാത്രയിൽ ജോസഫിനെ അറിയാത്ത അധികാരി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ വരൂ കാരുണ്യമേ, നീ വരൂ കാരുണ്യമേ, നീ വരൂ കാരുണ്യമേ, നീ വരൂ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:18. ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു. കാലം മാറണം കണ്ടില്ലേ? ജോസഫും പ്രധാനമന്ത്രിയായിരുന്നു. അവിടുത്തെ എല്ലാ സമ്പത്തിൻ്റെയും അധിപനായിരുന്നു. അയാൾക്കൊരു കുഴപ്പമില്ല. അയാൾ സഹോദരങ്ങളെല്ലാം സന്ധിച്ചു, അപ്പനെ സന്ധിച്ചു, വംശത്തെ സ്നേഹിച്ചു, മിടുക്കനായി ജീവിച്ചു. പക്ഷേ ഇത്രയും വൃത്തിമേനോട് ജീവിച്ചെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പിതങ്ങളിൽ എന്താണ്? അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം
കൽപ്പിച്ച് നൽകുന്നു. എന്തിനാണത്? നിത്യത. എന്താണ്? ഞാൻ ഉള്ളിടത്ത് എൻ്റെ സേവകനും ഉണ്ടായിരിക്കും. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അപ്പൊ കേസ് കെട്ട് പിതാവിൻ്റെ അടുത്ത് എത്തി, നിത്യത വരെ എത്തിയെന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? പിതാവെന്ന് പറഞ്ഞ പണിയാണ് ബൈബിളിൽ. എന്താണ്? എത്തേണ്ട സ്ഥലത്ത് യാത്ര എത്തിയെന്നർത്ഥം. യേശു എത്തിയ സ്ഥലത്ത് നമ്മൾ എത്തുകയാണ്. യേശു എത്തിയ സ്ഥലത്ത് എവിടെയാണ്? പിതാവിൻ്റെ അടുത്താണ് അല്ലേ? അവിടെ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് മാനിക്കുമെന്ന് പറഞ്ഞാൽ പിതാവ് അവിടെ വന്ന് അവിടെ കക്ഷിയായി. അപ്പോൾ നമ്മളെവിടെ എത്തിയിരിക്കുന്നത്? എന്നെ അനുഗമിക്കുന്നവൻ എന്നെ സേവിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ആരാണ് അനുഗമിക്കേണ്ടത്? എന്നെ അനുഗമിക്കണവൻ സ്വന്തം കുരിശെടുക്കട്ടെ. കണ്ട, ഈ കുരിശൻ നിത്യതയുമായിട്ടാണ്. കുരിശൊരു പാലമാണ്. ഭൂമിയിൽ നിന്ന് നിത്യതയിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന പാലമാണ് കുരിശ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വം എന്ന് പറയണത്. ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണ് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കുരിശ് നിസ്സാരമാണ്. അതാണ് ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലതാണെന്ന് പറയണത്. എന്താ കാര്യം? കുരിശായിട്ടാണ് ഫീൽ ചെയ്യണമെങ്കിലും ഇത് നമ്മളെ എത്തിക്കണേ എവിടെയാണ്? പിതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. മനസ്സിലായില്ലേ? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈശോ ഈ വിഷയം ചെയ്യുമ്പോൾ ഈശോ കോംപ്രമൈസ് ഇല്ലാത്തത്. എന്താണ്? അതായത് എന്നെക്കാളുപരി നിത്യത വരെയാണ് ഈ യാത്ര പോണത്. നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് നിങ്ങൾക്കൊരു കാര്യമാക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ എന്നേക്കാളുപരി നിങ്ങളെ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം. അപ്പം നിത്യത നിങ്ങൾ അംഗീകരിക്കണില്ലെന്നാണ് ഈ പറയണത്. അത് ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയും. അതെടുത്ത് എന്നേക്കാളുപരിയായിട്ട് എടുത്ത് ശ്രദ്ധിക്കട്ടെ. മത്തായി 10:37 എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. അതെന്ത്? ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ സേവകനും ഉണ്ടായിരിക്കും. എൻ്റെ സേവകനെ, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് മാനിക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ ഇരിക്കുന്നിടം എന്ന് പറയണത് ഈ നിത്യതയാണ്. നിത്യതയേക്കാൾ ഉപരി കാലികമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഐ ഡോണ്ട് വാണ്ട് യു ടു ബി എ ക്രിസ്ത്യൻ. സംഭവം എനിക്ക് ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിത്യതയേക്കാൾ ഉപരി, അതാണ് എന്നേക്കാൾ ഉപരി, നിത്യതയേക്കാൾ ഉപരി പിന്നെന്താണ്? കാലികമായ വിഷയങ്ങൾ, ടെമ്പറൽ തിങ്സിന് പ്രാധാന്യം കൊടുക്കുന്നവർ ദൈവത്തിന് അഭികാമ്യരല്ല. ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയും. അത് ദൈവം വെച്ച് പൊറപ്പിക്കത്തില്ല. ഒന്നാം പ്രമാണത്തിന് എതിരായിട്ട് വരും. അത് മോസസിനോട് പോലും ദൈവം കർക്കശം കാണിച്ചത് ഈ ഒരു സബ്ജക്റ്റിലാണ്. മോസസ് ഒത്തിരിയേറെ മോസസിനെ കുറിച്ച് അയാളുടെ അങ്ങനെയുള്ള ജീവിതകാരം പറയണത്, മോസസ് ചരിത്രത്തിൽ ഇല്ലെങ്കിൽ നമുക്കൊരാൾ ഒരു മോസസിനെ സൃഷ്ടിക്കേണ്ടി വരുമെന്നാണ് പറയണത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ലീഡറാണ്. ഈ ലീഡറിന് ഒരു പ്രാവശ്യം കാലൊതച്ച് പോയി. ലീഡർ തലമറന്ന് എണ്ണ തേച്ച് ഒരു ദിവസം. എന്താ കാര്യം? ലീഡർ മലമുകളിൽ ദൈവദരിസന്നിധി പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ ജനമെല്ലാം കൂടി കൊടുത്ത കാളക്കുട്ടിയെ, സ്വർണത്തിൻ്റെ കാളക്കുട്ടിയെ ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിച്ച്. അപ്പോൾ ദൈവം ഇവനെ ചോപ്പ് ചെയ്ത് കളയാൻ പോവുകയാണ്. കാര്യം ഇനി മുന്നോട്ടുള്ള പോക്കെന്ന് പറയണത് ഇങ്ങനെ ഇതുപോലെയുള്ള താറാവിനൊക്കെ പനി പിടിച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്തായിരിക്കും? കുട്ടനായിട്ട് താറാവിനെ വളർത്താൻ കണ്ടിട്ടില്ല ആൾക്കാർ. അപ്പോൾ അവർ താറാവിന് ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ, ഒരു താറാവിന് പനി പിടിച്ചു കഴിഞ്ഞാൽ
അയാൾ ആ താറാവുകാരൻ എന്ത് ചെയ്യും? ആ താറാവിനെ പൊക്കിയെടുത്തിട്ട് പെടലിഞ്ഞിരിച്ചിട്ട് എറിഞ്ഞു കളയും. എന്താ കാര്യം? ബാക്കി എല്ലാത്തിനും അല്ലെ പനി പിടിക്കും. അതുകൊണ്ട് മോസസ് എന്ന് പറയുന്നത് അപ്പം തന്നെ ആളെ തലവെട്ടി കളയും. എന്താ കാര്യം? അതുകൊണ്ട് പഴയ നിയമത്തിൽ കർക്കശമില്ലേ? എന്താണ്? അതായത് കണ്ടാമിനേഷൻസ് കയറിക്കഴിഞ്ഞാൽ ആ സമൂഹം എന്തിനു വേണ്ടിയാണ് ഈ സമൂഹത്തിനെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് കൊണ്ടുവന്നത്? ഈ 10-12 പേര് പിഴച്ചുപോയത് കാരണം, ഇവന്മാർ കാരണം മൊത്തം സമൂഹം വീണ്ടും പഴയ അടിമത്തത്തിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ പണി കൊടുക്കും. അപ്പോൾ ദൈവം ഈ സാധനത്തിനെ അവസാനിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത്? മോസസ് ദൈവത്തിൻ്റെ കാര്യം കെട്ടി വീണിട്ട് പറഞ്ഞ്, നീ ഒരിക്കലും ഈ ജനത്തെ നശിപ്പിക്കരുത്. അപ്പോൾ നശിപ്പിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിനക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ പേര് നിൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയാൻ പറയും. ഇതൊരു മണ്ടത്തരമായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. പുള്ളി വികാരം കൊണ്ട് പറഞ്ഞതാണ്, ജനങ്ങളുടെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇത് സംഗതി പണിയായിപ്പോയി. പിറ്റേ ദിവസം പുള്ളിയുടെ പ്രാർത്ഥനാ ജീവിതത്തിന് പാളിച്ച വരും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ജോഷുവ ഇവിടെ വെച്ചാൽ ജോഷുവ കയറാൻ തുടങ്ങണത്. പുറപ്പാട് 32:32. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം. അവിടുന്ന് മോസസ് പറയണതാണ്, ഈ വിഗ്രഹാദിന പാപം ക്ഷമിക്കണം. അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. ഇപ്പൊ എന്നാ പറ്റി? ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഇങ്ങയുടെ പേര് മായ്ച്ചു കളയാൻ പറയുകയാണ്. അപ്പം അതിനൊരു വിലയുമില്ല ആ പുസ്തകത്തിന്. നമ്മളെല്ലാവരും ജീവിക്കണത് എന്തിനാണ്? ആ പുസ്തകത്തെ പേരെഴുതി ചേർക്കാനാണ്. ബൈബിൾ അവസാനിക്കണത് എന്തിനാ? ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെ കുറിച്ചാണ് ബൈബിൾ അവസാനം പറയണത്. എന്താ പറയണത്? വെളിപ്പാട് 20:15 ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. പ്രാർത്ഥന പോലും ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. ദൈവമേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല കൺകറൻസിൻ്റെ കുഴപ്പമുണ്ടോ? ഇയാൾ ദൈവത്തോട് ചോദിക്കാതെ പുള്ളി വികാരം കൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ എന്ത് പറ്റി? ജനമകത്തും ദൈവം പുറത്തുപോയി. ഇപ്പോൾ ദൈവത്തെക്കാൾ ഉപരി ഇയാൾ ജനത്തെ സ്നേഹിക്കുന്ന പോലെയായി. പറഞ്ഞ മനസ്സിലായി? ഈ സാധനത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. അതിൽ ഒന്നാം സ്ഥാനം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ ആ സ്ഥാനത്തോ ആ പ്രദേശത്തോ വേറെ ഒരു സബ്സ്റ്റൻസ് വരരുത്. റെഫറൻസ് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജോലി, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ ഇരിക്കാതിരിക്കുന്ന മകള്, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജീവിത പങ്കാളി, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ സ്ഥലം, വീടിനൊക്കെ പ്രാധാന്യം കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തകരും. എന്താ കാര്യം? പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അകത്ത് എന്താ പാളിച്ചകൾ വരും. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ ആൾക്കാർ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പിടിപാടുള്ളവർ ഉയർന്നു വരും. അപ്പോൾ അത് എന്ത് ചെയ്യും? നിന്നെ താത്തണില്ല, നിന്നെ ദൈവം നേരിട്ട് താത്തതില്ല. പക്ഷെ വേറെ ആൾക്കാർ ഉയർത്തുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് തന്നു പോകും. അതാണ് വിഷയം. അതാണ് മോസത്തിന് സംഭവിക്കുന്നത്. ആ താഴേക്ക് വന്ന നോക്കിയേ, ജോഷുവ കയറി വന്ന് നോക്കിയേ. പുറപ്പാട് 33:11 സ്നേഹിതനോടെന്ന പോലെ. സ്റ്റാറ്റസിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സ്റ്റാറ്റസ് കൊണ്ട് പൊടികോര തിന്നാനേ പറ്റത്തുള്ളൂ. പണിയാണത്, നിസ്സാരമല്ല. സ്റ്റാറ്റസിന് കുഴപ്പമൊന്നുമില്ല. സ്നേഹിതരോടൊന്ന പോലെ കക്ഷിയോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ദൈവം മുഖം വീർപ്പിച്ചിരിക്കുക ഒന്നും ചെയ്യുന്നില്ല. കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്മൂത്തായിട്ട് എണ്ണയിട്ട് യന്ത്രം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ പണിയായിട്ടുണ്ട്. എന്താണ് വായിച്ചേ? സ്നേഹിതരോടുന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും ദേവന്റെ ആള് കണ്ടാ, എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ദൈവ സാന്നിധ്യം വിട്ടുപോണില്ല. ഇപ്പൊ മോസസിനേക്കാൾ കൂടുതൽ സമയം ദൈവമായിട്ട് ചെലവഴിക്കുന്നത് ആരാണ്? ഇപ്പം ജോഷുവ. ഈ സംഭവത്തിന് ശേഷമാണ്. ഇതിന് എന്ത് പറ്റുമെന്ന് അറിയണത്? അവസാനം നിങ്ങൾ ഈ ജോഷുവ ചെന്ന് അവസാനിക്കണം നോക്കിയാൽ മനസ്സിലാവും. അവസാനം ഈ ബാറ്റൻ കൈമാറും. മോസസിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റൻ വാങ്ങിച്ചിട്ട് ജോഷുവയ്ക്ക് കൊടുക്കും. ജോഷുവ ഈ ആളെ ആട്ടിത്തെളിച്ചുകൊണ്ട് പോകും. അവൻ വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കും. അപ്പോൾ ഈ ജനം മത്സരിക്കും. പക്ഷെ ജനത്തിൻ്റെ കൂടെ ജോഷുവ നിൽക്കത്തില്ല. മോസസിനെ പോലെ ജോഷുവ പറയും,
ദാ ലാൻഡ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് കർത്താവിനെ വേണ്ടെങ്കിലേ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാരെ കാണിച്ച പരിപാടിയൊക്കെ ചെയ്യാം. യു ക്യാൻ ഗോ, നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും വി വിൽ നോട്ട് ഗോ. ആ വാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. മോസസിനെതിരെ ഉള്ളൊരു പണിയാണ് വരണത്. മോസസ് എന്താ പറഞ്ഞത്? നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കാൻ പറയും ഈ ജനത്തിന് വേണ്ടി. ഇപ്പം എന്താ ജോഷുവ പറയണത്? എനിക്ക് ജനമല്ല വലുത്, എനിക്ക് എൻ്റെ ദൈവമാണ് വലുത്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന ദൈവപിതാവേ. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന്. കേട്ടോ പറഞ്ഞേ, ജോഷുവ പറയണതാണ്. വാഗ്ദാന നാട്ടിൽ എത്തിയതിനു ശേഷം പറയണതാണ്. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 അവനെങ്ങനെ നാശകരമാ കുഴിയിൽ കുഴഞ്ഞ ചെട്ടി നിന്നും കയറി. നാശകരമാ കുഴിയിൽ കുഴഞ്ഞ ചെട്ടി നിന്നും കയറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ചില ആൾക്കാർ ഉടമ്പടിയിൽ അവരുടെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥനത്തിനുമൊക്കെ മാന്യം കാണിക്കും. നിങ്ങൾ മാന്യം കാണിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയണത് ഈ ജോഷുവയും മോസസും തമ്മിലുള്ള റിലേ പോലെ ഇരിക്കും. ബാറ്റിനറിയാതെ കൈമാറിപ്പോവും. കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം നടന്നില്ലെങ്കിലും നിങ്ങൾ ആ കാര്യത്തിനേക്കാൾ ഉപരി എന്തു ചെയ്യണം? ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അവൻ്റെ വചനമനുസരിച്ചുകൊണ്ട് കാര്യം നടക്കാത്ത ചില കാര്യങ്ങളുണ്ടാകുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ 20% നടക്കാത്ത കാര്യങ്ങളുണ്ടാകും. അതിനെ നമ്മൾ കുരിശെന്ന് പറയണത്. ആ കുരിശിനെയാണ് നമ്മൾ കർത്താവിൻ്റെ കൂടെ അനുഗമിക്കാൻ വേണ്ടി എടുത്തിട്ട് ഞാനുള്ളിടത്തിൻ്റെ പിതാവ് ഉണ്ടായിരിക്കും, ഞാനുള്ളിടത്തിൻ്റെ സേവനുണ്ടായിരിക്കും, എന്നെ സേവിക്കുന്നതിന് പിതാവ് മാനിക്കുമെന്ന് പറയണത് ഈ കുരിശാണ് നമ്മളെ നിത്യതയിൽ എത്തിക്കണത്. അത് എത്തിക്കുന്ന കൊണ്ട് തന്നെ നടക്കാത്ത കാര്യങ്ങൾ ചിലത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പേരിൽ ദൈവമായിട്ട് വഴക്കിടാനോ പ്രാർത്ഥന കുറക്കാനോ തീരുമാനിക്കരുത്. അത് വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവഹിതം പോലെ ഏൽപ്പിച്ചു നൽകുന്ന കൽപ്പിച്ചു നൽകുന്ന ദൈവവിളികളെ ദൈവസ്നേഹത്തോടെ സ്വീകരിക്കുവാനും നിത്യതയ്ക്കുള്ള ആസ്തിയായി സ്വരുക്കൂട്ടിക്കൊണ്ട് ജീവിതത്തിന്റെ സങ്കടങ്ങളെ സന്തോഷത്തോടെ സമീപിക്കുവാൻ സുവിശേഷത്തിന്റെ അഭിഷേകം സാക്ഷിയുടെ ജീവിത അവസ്ഥകളെ എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയുടെ അനുഭവങ്ങൾ നമ്മളിങ്ങനെ വളരെ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ 2 തരം ദൈവവിളി അതിൻ്റെ അകത്തുണ്ട്. ഒന്ന് ദൈവവിളി, ഇപ്പോൾ ഉടമ്പടിയൊക്കെ ആദ്യമൊക്കെ വരണത് ആകർഷിപ്പാണ്.
ആകർഷിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആകർഷിപ്പ് എല്ലാവരും തന്നെ ഒരു 95% പേരും ഉടമ്പടി ആകർഷിപ്പിലാണ് വരുന്നത്. ആദ്യം സാക്ഷ്യം കണ്ട് ആകർഷിച്ച് വരും. ചില ആൾക്കാർ പറയണ കണ്ട് ആകർഷിച്ച് കാണും, പത്രത്തിലെ സാക്ഷ്യം കണ്ട് ആകർഷിക്കും, അങ്ങനെ ആകർഷിച്ച് വരും. ഇതിനകത്തുള്ള ഇപ്പം ഞങ്ങളുമൊക്കെ ദൈവവിളിയിലേക്ക് ആകർഷിപ്പുണ്ട്, കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ട് ചിലത് കൽപ്പിക്കപ്പെടും. രണ്ടും രണ്ടാണ് സംഭവം. ചില ആൾക്കാർ ആകർഷിച്ച് വരുന്ന ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു ചേച്ചി, ആ ചേച്ചിയുടെ പേരെന്നാ ജെസ്സി പീറ്റർ. അവരൊരു സ്കൂൾ അധ്യാപികയാണ്. ജെസ്സി പീറ്റർ ഈ ആലപ്പുഴ ജില്ലക്കാരത്തിയാണ്. പക്ഷെ കൃപാസനത്തിലൊന്നും വരത്തില്ല. വരേണ്ട ഒരു ആവശ്യം അവർക്ക് വന്നില്ല. അതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. നല്ല ദൈവവിശ്വാസിയൊക്കെയാണ്. ഡെയിലി കുർബാനക്കൊക്കെ പോണ കക്ഷിയാണ്. പക്ഷെ ഒരു ദിവസം 4 പ്രാവശ്യം ഇവരുടെ മൊബൈൽ താഴെ വീണ്. ഒരു ദിവസം 4 പ്രാവശ്യം ഇവരുടെ മൊബൈൽ താഴെ വീണ്. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് കേട്ട് വീണു. എപ്പോൾ എടുക്കുമ്പോഴും യൂട്യൂബിൽ ഇവർ താഴെ വീണ മൊബൈൽ എടുക്കുമ്പോൾ അതിനകത്ത് യൂട്യൂബിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയുമായിട്ടാണ് പൊങ്ങി വരുന്നത് ഈ മൊബൈൽ. എന്ത് പരിപാടിയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. 4ാമത്തെ പ്രാവശ്യം ഇത് കണ്ടപ്പോൾ ഇവർ ശ്രദ്ധിച്ച്, എടാ ഇത് ഞാൻ രാവിലെ മുതൽ താഴെ വീഴുന്നുണ്ട്, ഇത് വീഴുമ്പോഴൊക്കെ പൊങ്ങി വരുന്നത് കൃപാസനം മാതാവാണല്ലോ. അപ്പോൾ അവൾ മാതാവിന് പറഞ്ഞ, മാതാവ് എന്നെ വിളിക്കണമെന്നൊക്കെ മനസ്സിലായി, ഞാൻ നാളെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറയും. എന്നെ വിളിക്കണമെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ തന്നെ ആകർഷണം എന്ന് പറയണത്, അവർ വന്ന് ഉടമ്പടി എടുത്ത് അവിടെ സാക്ഷ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്, നല്ല സാക്ഷ്യമാണ്. ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഒരു ആകർഷിപ്പുണ്ടാകും ഓരോ തരത്തിലുള്ള. അവരുടെ വിഷയം എന്ന് പറയണത് അവർക്ക് ഭയങ്കര അവർ ഡെയിലി പള്ളിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര അങ്കലാപ്പാണ്. 2 മക്കൾ പെൺമക്കളുണ്ട്, 2നെയും കെട്ടിച്ച്. പക്ഷേ പെൺമക്കളൊക്കെ കെട്ടിപ്പോയി, അവർക്ക് പിന്നെ പിള്ളേരൊക്കെ ആയി, പിന്നെ ഭർത്താവായി, അവർക്ക് വീടായി, വീടിൻ്റെ കാര്യത്തിലൊക്കെ അന്വേഷിക്കലായി. പക്ഷേ കട മുഴുവനും കുടുംബത്തിനായി. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ പരിപാടി. നമ്മൾ കടവും വിലയും മേടിച്ചൊക്കെ പെൺപിള്ളേരൊക്കെ പഠിപ്പിക്കും, അവർക്കെല്ലാം കഴിക്കും, അവർ ജോലി കിട്ടി പോകും. അവർ ഈ രാജ്യം വിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ വീട് മേടിക്കണം, അവർക്ക് കാറ് മേടിക്കണം. നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയും, പപ്പായും മമ്മിയും അവിടെ നാട്ടിലെ വീട് വിറ്റിട്ട് ഞങ്ങളുടെ ഇവിടെ വാ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയും. പണിയായിരിക്കും. ഈ അണ്ണന്മാരെല്ലാം അങ്ങനെ ചെയ്യണം. ഇപ്പം നമ്മൾ ചിട്ടി പിടിച്ചും വട്ടി പിടിച്ചും ബാങ്കിൽ നിന്നും പോയി പട്ടാക്കി പറഞ്ഞൊക്കെ കാശുണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് അവരെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ജോലി വേണ്ടേ? അവർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. അപ്പം അതിനൊക്കെ നല്ല ലക്ഷങ്ങൾ ചിലവാണതേ. അതിനുശേഷം അവർക്ക് പിന്നെ കല്യാണമായി, അതിനും ചിലവാണ്. അതും കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പിന്നെ അവർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വാടക വീടുമ്പം പറയും, മമ്മി ഭയങ്കര വാടകയാണ്, ആ ഒരു 3 ദിവസം കൊല്ലത്തെ വാടക ഉണ്ടെങ്കിൽ നമുക്ക് വീട് മേടിക്കാൻ പറ്റും. അപ്പം മമ്മി പറയും, നിങ്ങൾ മേടിക്കുന്നത് മക്കളെ പറയാം. ശരിയല്ലേ സംഭവം? മക്കൾ അവിടെ നിന്ന് ലോൺ എടുത്ത് മേടിക്കും. അപ്പം 40 ലക്ഷം 80 ലക്ഷം 3 കോടി 4 കോടിയൊക്കെയാണ് വരണത്. അവസാനം കോടിയൊക്കെ ആയിരിക്കും. അവരവിടെ കോടി അവിടെ ഇരിക്കും. ഇവിടുന്ന് പോകാൻ പറ്റുക? ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, കാശില്ല. അങ്ങോട്ട് പോകാൻ പറ്റണമെങ്കിൽ മമ്മിക്ക് ഇവരെ പഠിപ്പിച്ചതിൻ്റെ ലോൺ ഇപ്പോഴും കിടപ്പുണ്ട്. കേരളം ഭയങ്കര, അതായത് നിങ്ങൾ എന്നെ കേൾക്കുന്ന പഠിച്ചു പോയ മക്കളുണ്ടെങ്കിൽ ഓർക്കണം, നിങ്ങളെ മാതാപിതാക്കന്മാർക്ക് പണി തന്നിട്ടാണ് കടലിൽ നിന്ന് കയറിയിരിക്കണം പലരും. അറിയത്തില്ല, മാതാപിതാക്കന്മാർക്ക് ഇത് പണി കിട്ടിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മാതാപിതാക്കന്മാരും അറിഞ്ഞിട്ടില്ല ഈ സംഭവം. ആത്മാർത്ഥമായിട്ട് പണിതിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു 50% പേര് മാതാപിതാക്കന്മാർ നോക്കുന്നുണ്ട്, 50% പേര് നോക്കണില്ല. ഈ നെടുമ്പാശ്ശേരിയിൽ പറന്നാൽ ഒരു 5000 മീറ്റർ പറന്ന് കഴിയുമ്പോൾ പൊക്കത്തിലാകുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ സ്വാഹ. പിന്നെ മൈൻഡ് സെറ്റ് എല്ലാം മാറും. പിന്നെ അവിടെ ജീവിത രീതി മാറും, ചിന്താ പദ്ധതികൾ മാറും, ലൈഫ് സ്റ്റൈൽ മാറും. നമ്മളൊക്കെ ഒരു പുറംപോക്കുകാരും പഴഞ്ചന്മാരും ഒക്കെ ഇട്ടവരാണ്. തമസമല്ല, ലൈഫ് അത്ര നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ അവിടെ പോയി ഇപ്പോൾ എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേ. മകൾ പ്രസവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാസ്പോർട്ട് എടുത്ത് വെച്ചേക്ക്. മകൾ പോകുമ്പോൾ പിറ്റേയാഴ്ച പോയി പാസ്പോർട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിറ്റേയാഴ്ചത്തിന് പോയി പാസ്പോർട്ട് എടുക്കും. എപ്പോഴും പ്രസവം ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കൊച്ചിനെ വളർത്തി 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളവർ കൊറിയർ ചെയ്യും. ഒരു ബ്ലൂ ഡാർട്ടിലില്ല, ബ്ലൂ ഡാർട്ട്, അവർ നിങ്ങളെ കൊറിയർ ചെയ്യാൻ വേണ്ടി പുതിയ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. മാതാപിതാക്കന്മാർ അവിടുന്ന് കൊറിയർ ആ കൊച്ചിന് 2 വയസ്സ് കിട്ടി ആയാൽ മതി. അതുവരെ ഭയങ്കര തേരും പാലും പഞ്ചാരയും ഒക്കെ ആയിരിക്കും. 2 വയസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ പാക്ക് ചെയ്യും.
എല്ലാവരെയും പാക്ക് ചെയ്യുമെന്ന് ഞാൻ പറയില്ല. പിന്നെ ആ ജോസഫത്തെ ഞങ്ങളുടെ കൊച്ചിനെ അറിയാമല്ലോ, ഞാൻ തേനും പാലും പോയിരിക്കും, എൻ്റെ അവരെന്ന് ജീവനാണ് എന്ന് പറയും. ജീവനാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ല. ഇനി ജീവൻ കഴിഞ്ഞിട്ട് എപ്പോഴും കുറച്ച് മരണം എപ്പോഴും ഉണ്ടല്ല, വരുവേ, കാത്തിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറും. ഇപ്പം ഇവരുടെ പ്രശ്നം അതാണ്, ഈ ചെറുത്തിൻ്റെ പ്രശ്നം അതാണ്. എന്താ പ്രശ്നം? അവർ പറയണം, പക്ഷെ അവരുടെ പെൺമക്കൾ വലിയ കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. എല്ലാവരും ഞാൻ 50% ഓക്കെയാണെന്ന് പറഞ്ഞു, 50% പ്രശ്നമുള്ളൂ. ഇവരുടെയൊക്കെ ഈ കടമെല്ലാം വന്ന് ഇവർക്ക് കൂടി. ഇവർ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ മനസ്സിങ്ങനെ ആന്തിക്കൊണ്ടിരിക്കുകയാണ്. കടം പലിശക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയും. ഇവർക്ക് എവിടെ പോകണമെന്നറിയാൻ പാടില്ല. പക്ഷേ ദൈവമായിട്ടിങ്ങനെ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്. കർത്താവിനെ സ്വീകരിക്കുന്ന ആളായത് കാരണം ഈ ദൈവത്തിൻ്റെ ആൾക്കാരെ ദൈവം വിടത്തില്ലല്ല. അപ്പോൾ ഉടനെ ഇവിടെ മൊബൈൽ തട്ടി താഴെ ഇട്ടിട്ട് ഇവിടെ എങ്ങാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പൊങ്ങി വരുമ്പോൾ കൃപാസനം മാതാവ്. അങ്ങനെ ഒരു ദിവസം 4 പ്രാവശ്യം സംഭവിച്ചു. 4 പ്രാവശ്യം സംഭവിച്ച് അവസാനം വന്ന് ഇവർ ഉടമ്പടി എടുത്തിട്ട് ആദ്യമൊന്നും മാതാവ് മൈൻഡ് ചെയ്യില്ല. ഉടമ്പടി മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട്, ഈ നാട്ടിലുള്ള ആളല്ലേ, ഞങ്ങളും അങ്ങനെയാണ്. ഈ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ആലപ്പുഴക്കാർ വഴി വരുവേ. അപ്പോൾ ഞങ്ങൾ പറയും ഉടമ്പടി എടുക്കാൻ പറയും, അയ്യോ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഇരുന്നിട്ടുള്ളതാണ്. ഞാൻ ഇരുന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ തൽക്കാലം നമ്മൾ സംസാരിക്കണമെങ്കിൽ ഈ സ്ഥാപനം ഉണ്ടായിട്ട് 30 കൊല്ലമായി ഇല്ലേ, 30 കൊല്ലമല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം ഈ സ്ഥാപനത്തെക്കുറിച്ച്, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും അമ്മ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാമെന്ന് പറയും. വേറെ കാര്യമൊന്നുമില്ല. അതെന്ത് സംഭവിച്ചു? ഈ ചേച്ചി ഇതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട്, അവർ നല്ലവണ്ണമാണല്ലോ ജീവിക്കുന്നത്, അവരുടെ രീതി അനുസരിച്ച് പോയാൽ പിന്നെ എന്തിനാണ് എക്സ്ട്രാ ആയിട്ട് വരണമെന്ന് ചോദിക്കും. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഇപ്പം അച്ഛന്മാർ വന്ന് എന്നോട് ചോദിക്കത്തില്ലേ, അച്ഛന്മാരും ബഹുമാനോടെ സിസ്റ്റേഴ്സും ചോദിക്കേണ്ടിരിക്കുക. കുറേ അച്ഛന്മാർ ഉടമ്പടി എടുത്തിട്ടുണ്ടേ. CMA അച്ഛന്മാർ എടുത്തിട്ടുണ്ട്, യാക്കോബ അച്ഛന്മാർ എടുത്തിട്ടുണ്ട്, ഓർത്തഡോക്സ് അച്ഛന്മാർ എടുത്തിട്ടുണ്ട്. അവരുടെ ജീവിത പങ്കാളിയോട് വന്ന് കുടുംബസമേതം ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി പുതുക്കിയിട്ടുള്ള 3, 4, 5 പുതുക്കിയിട്ടുള്ള യാക്കോബ അച്ഛന്മാരുണ്ട്. അപ്പം ഇവർ ആദ്യ കാലങ്ങളിൽ കത്തോലിക്ക അച്ഛന്മാരും വന്ന് ചോദിക്കും, അച്ഛൻ നമ്മളൊക്കെ ഒരു ഉടമ്പടിയിലല്ലേ അച്ഛനും ഉടമ്പടി എടുത്തിട്ടാണല്ലോ അച്ഛനാകണത്. ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. സിസ്റ്റർമാർ ചോദിക്കും, ഞങ്ങൾ ഉടമ്പടിയിലാണേ, പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി എന്ന് പറയും. അപ്പം ഞാൻ പറയും, രണ്ടും 2 ഉടമ്പടി, നമ്മളെടുത്ത ഉടമ്പടിയും ഈ ഉടമ്പടിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണ് ഉടമ്പടിയുടെ വ്യത്യാസം? ഞങ്ങളെടുത്ത ഉടമ്പടി എന്താ പറഞ്ഞേക്കുന്നത്? പ്രിയ മകനെ നീ, പിതാവ് നമ്മുടെ കയ്യിൽ പട്ടത്തിൻ്റെ സമയത്ത് പുസ്തകം തരും, കർത്താവിൻ്റെ വചനം തരും. പ്രിയ മകനെ നീ എന്താ ചെയ്യണം? ഇത് വിശ്വസിക്കണം, പിന്നെന്ത് ചെയ്യണം? ഇത് വിശ്വസിക്കണം, പിന്നെന്ത് ചെയ്യണം? ഇത് ജീവിക്കണം. അപ്പം നമ്മളത് കർത്താവിൻ്റെ നാമത്തിൽ സഭയോടും സഭയുടെ പ്രതീകമായി പിതാവിനോട് അനുസരണ വാഗ്ദാനം ചെയ്ത്. പക്ഷേ നമ്മുടെ ഭാര്യന് ഉടമ്പടി വരുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. പ്രിയമകനെ നീ ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ, ഇത് ജീവിച്ചാൽ മാത്രം പോരാ, ഇതെന്താണ്? വെയിലും മഴയും കൊണ്ട് നടന്ന് ഇത് പ്രചരിപ്പിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് വ്യത്യാസമുണ്ട് അതിൻ്റെ അകത്ത്. ഇത് പ്രചരിപ്പിക്കണം. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കർത്താവിനെ കൈമാറണം. കർത്താവിനെ കൈമാറാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് സഹായിക്കുന്നതാണ്. എന്താ കാര്യം? ഈ പത്രം വെന്ത ചോറാണെന്ന് അതിനോട് അമ്മ പറഞ്ഞത്. ഒരു ബൈബിൾ കൊടുത്താൽ ചിലപ്പോൾ അവർ വായിക്കത്തില്ല, വായിച്ചാൽ മനസ്സിലാകത്തില്ല അവർക്ക്. പക്ഷെ പത്രം കൊടുത്താൽ ആ ബൈബിൾ തന്നെ വെന്ത് പാലിച്ച് ജീവിതാനുഭവങ്ങളായിട്ടിരിക്കണതാണ്. ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ കർത്താവിന് ആ അനുഭവം നൽകിയ ദൈവത്തിലേക്ക് വരും. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വന്നതിനോട് ചോദിക്കും, പക്ഷേ ഞങ്ങളെന്താണ്, ഞങ്ങളുടെ കാരിസം അനുസരിച്ച്, ഞങ്ങളെ സഭയുടെ കാരിസം അനുസരിച്ച് ഞങ്ങൾ ഇത് ചെയ്തതല്ലേ? ഒബീഡിയൻസ്, ചാസ്റ്റിറ്റി, പോവർട്ടി, ദാരിദ്ര്യം, പിന്നെ എന്താണ്? അനുസരണം, ദാരിദ്ര്യം, അനുസരണം, പിന്നെ കന്യാവ്രതം. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടല്ലേ? അത് ഉടമ്പടിയല്ലേ? അതല്ലേ ഉടമ്പടി. അപ്പോൾ ഞാൻ പറയും, സിസ്റ്ററെ അതൊക്കെ ശരിയാണ്, പക്ഷെ കർത്താവ് വേറെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ഒരു അപകടവാതിൽ. എന്താണത്? നിങ്ങളുടെ ഈ കാര്യത്തിന് പുറത്ത് വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണത്, അതിലാണ് മാർക്ക്. അല്ലെ? 5:46 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. മത്തായി 5:46.
നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും, അതായത് ഈ കാരിസത്തിന് പുറത്ത്, നമ്മൾ ചെയ്ത ഉടമ്പടിക്ക് പുറത്ത് ഈ വിശേഷ വിധിയായി ചെയ്യുന്നതിലാണ് ഉടമ്പടി ഫയറാകണത്. അതെല്ലാവരും മനസ്സിലാക്കണം. ഇതിൻ്റെ വെടിമരുന്നിരിക്കണം അവിടെയാണ്. ഇതിൻ്റെ വെടിമരുന്നിരിക്കണം. ഒരു ഉടമ്പടി പെട്ടെന്ന് ഫയറാക്കണമെങ്കിൽ വിശേഷ വിധിയായി ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കണം. പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും, സാധാരണ ഉടമ്പടിക്കാർ ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ ആയിട്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്താൽ അയാളെക്കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. കണ്ടിട്ടില്ലേ ബൈബിള് 17 എടുത്തേ? ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. അപ്പൊ സിസ്റ്റർമാരും ശരി, ആ കടമ നിർവഹിക്കുക, കാരിസം അനുസരിച്ചുള്ള ജീവിതമേ ജീവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചില സമയത്ത് സ്റ്റാറ്റസിൻ്റെ അകത്ത് ഇനിയും വളരാനുള്ള പുതിയ ചാൻസാണ് ഉടമ്പടി നൽകുന്നത്. നമുക്ക് വിശേഷ വിധിയായി ചെയ്യാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചെയ്യാനും, അങ്ങനെ ചെയ്തുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ദൈവത്തിന് തോന്നണം. എന്താണ് തോന്നണത്? ദൈവത്തിൻ്റെ ഒരു വിശ്വാസിയാണ് എന്ന് തോന്നരുത്. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ആൾക്കാരാണല്ലോ കണക്ക് കൂട്ടാതെ ജീവിക്കണത്. സ്വന്തം ആൾക്കാർ അല്ലേ കണക്ക് കൂട്ടാതെ, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും ഇല്ലേ? റോമ എടുത്ത് 1:6 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ നമ്മുടെ വിളി എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ. അപ്പൊ ഈ സ്വന്തമാകാൻ വിളിക്കുമ്പോഴേ അവർ കണക്ക് കയ്യിൽ ചെയ്ത് നോക്കിയല്ല ചെയ്യണത്, കൽപ്പിക്കപ്പെട്ടതല്ല ചെയ്യണത്. ദാസനാണ് കൽപ്പിക്കപ്പെട്ട ചെയ്യണത്. സ്വന്തം ആൾക്കാർ കണക്ക് നോക്കാതെ ചെയ്യും. ഇങ്ങനെ ദൈവത്തെ കണക്ക് നോക്കാതെ സ്നേഹിക്കാൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തി എടുക്കുകയാണ് ഉടമ്പടി. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഈ സ്വന്തമായ സംഭവം എന്ന് വരുമ്പോഴാണ് നമ്മൾ ആകർഷിച്ചതും കൽപ്പിക്കപ്പെട്ടതും പോലെ വരണം, രണ്ടായിട്ട് വരണത്. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ദൈവഹിതം പോലെ നമ്മൾ ദൈവത്തിൻ്റെ മകൾ എന്ന രീതിയിൽ ദൈവരാജ്യത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ചില വിഷയങ്ങൾ നമ്മൾ ദൈവം കൽപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റെടുക്കും. അതാണ് ഏൽപ്പിച്ച ജോലി എന്ന് പറയണത്. കർത്താവ് പറഞ്ഞില്ലേ, പിതാവേ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ. വിശ്വസ്തത കാണിച്ചതിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. ഈശോ പൂർത്തിയാക്കിയില്ല നമുക്കറിയാമല്ലോ. 10 ദിവസമൊക്കെ ഓരോരുത്തർ എത്തിയിട്ടില്ല, ജസ്റ്റ് ഒറ്റിക്കൊടുക്കാൻ പോണതേ ഉള്ളൂ. അവരെ ജീവിതം തീർന്ന് ഇനി വരാൻ പോണ ഈ കർത്താവിൻ്റെ ഗെത്സമനി പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന ബോംബ് പൊട്ടലെന്ന് പറയുന്നത് വല്ലാത്ത ബോംബ് പൊട്ടലാണ്. എന്താണ്? 10 ദിവസം തള്ളി പറയാൻ പോകുന്നു, യുവദാസ് ഒറ്റി കൊടുക്കാൻ പോണ്, മർക്കോസ് തുണിയില്ലാണ്ട് ഓടാൻ പോണ്, എന്തെല്ലാം പരിപാടികളാണ് വരാൻ പോണത്. എന്നിട്ട് പറയും, ഈശോ പറയും ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഈ കലാപരിപാടിയൊക്കെ നടക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. പക്ഷേ ഈശോയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നടന്നാലും ഈശോ ഏറ്റെടുത്ത ജോലി അവസാന നിമിഷം വരെ വിശ്വസ്തതയാണ് ചെയ്തത്. ഫിഡേലിറ്റി ആയിട്ട് ചെയ്യുന്നതാണ് പൂർത്തിയാക്കുക എന്ന് പറയണത് ഈശോയുടെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഉഡായിപ്പ് ജീവിത ഉടമ്പടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകരുത്. മറിച്ച് ചെയ്യുന്നത്രയും കാര്യങ്ങൾ വിശ്വസ്തയോടെ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ ഉടമ്പടി പൂർത്തിയായതിന് തുല്യമായിരിക്കും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി
വിശ്വസ്തയോടെ അവസാന നിമിഷം വരെ പാലിച്ചുകൊണ്ട് ഉടമ്പടി പൂർത്തീകരിച്ച് ജീവിക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികടെ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിത ദുരിതങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കും എതിരെയുള്ള ദൈവികമായ ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മണ്ണിലെ മണിക്കൂറുകളോളം കർത്താവിൻ്റെ വചനം കേട്ടതാണ്. ഒരു കാര്യം സത്യമാണ്, കർത്താവ് ഈ ധ്യാനം കൂടി ഒരു കുഞ്ഞിനെ പോലും വെറുങ്കൈയോടെ വിടത്തില്ല. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ഞങ്ങളെ നോക്കി കാണുന്നതിന് നന്ദി പറയുന്നു, ഞങ്ങളെ സന്ധിക്കുന്നതിന് നന്ദി പറയുന്നു, ഞങ്ങളെ കരുണയോടെ നോക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ കൈകൾ മാറ്റി മാറ്റി വെക്കണം. രോഗമുള്ളിടത്തേക്ക് നെഞ്ചുവേദനയുള്ളവർ നെഞ്ചിൽ വെക്കണം. അതിനുശേഷം കരൾ രോഗമുള്ളവർ നെഞ്ചിൻ്റെ താഴെ കൈ വെക്കണം. ഉദരരോഗമുള്ളവർ കൈ വയറിൽ വെക്കണം. കുടൽ രോഗമുള്ളവർ താഴേക്ക് ഇറക്കി വെക്കണം. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് വേദനകൾ, കർത്താവ് നിങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് നമുക്ക് ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണത്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം കൈമാറുന്നത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് അർഹതയോടെ പ്രാർത്ഥിക്കാൻ, യോഗ്യതയോടെ പ്രാർത്ഥിക്കാൻ കഴിയും. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ തിരുമറുപാടുന്ന വലത്തുകര ആണിപ്പഴുതാറുന്ന അത്ഭുതകര അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവേ, കരൾ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, സ്പൈനക്കോഡിന് അസുഖമുള്ളവരെ, സ്പിൻകടത്തിന് വേദനയുള്ളവരെ, സിസ്റ്റുള്ളവരെ, മുഴകളുള്ളവരെ കർത്താവേ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ച കുറവുള്ളവരെ സ്പർശിക്കണമേ. കർത്താവ്, മൂക്കിന് ഇൻഫെക്ഷൻ ഉള്ളവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ചെവി കേൾവി കുറവുള്ളവരെ സ്പർശിക്കുന്നു. തൊണ്ടയിലെ വേദനയുള്ളവരെ, തൊണ്ടയിൽ സിസ്റ്റുള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, ടോൺസെറ്റ് രോഗികളെ കർത്താവേ നിന്റെ തിരുമറുപാടുന്ന വലത് കർത്താവ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കിഡ്നി രോഗികളെ സ്പർശിക്കണേ കർത്താവേ. പാങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണേ കർത്താവേ. PCOD രോഗികളെ സ്പർശിക്കണേ കർത്താവേ. ശ്വാസകോശ രോഗികളെ സ്പർശിക്കണേ കർത്താവേ. ക്യാൻസർ രോഗികളെ സ്പർശിക്കണേ കർത്താവേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, അണ്ടാശയ രോഗങ്ങൾ,
ഗർഭാശയ രോഗങ്ങൾ, ഹെർണിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി യേശുവേ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈശോയെ, ഞങ്ങളെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് നിന്റെ പിന്നാലെ വരുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ എല്ലാം പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുമ്പോൾ, നിന്നെ ശുശ്രൂഷിക്കുമ്പോൾ, നീ ആയിരിക്കുന്നിടത്ത് ശുശ്രൂഷകനും ആയിരിക്കുമെന്ന വലിയ വചന വെളിപാടിനെ അനുസ്മരിച്ചുകൊണ്ട് ദൈവപിതാവേ, ഞങ്ങളുടെ ഉടമ്പടി യാത്രയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഏറ്റെടുത്ത് പുഷ്പമണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും